ഹലോ. ഹലോ. എടോ. എന്തോയ്? എന്ത്? എന്ത്? അല്ല, വിളിച്ചിട്ട് ഉണ്ടായിരിക്കുന്ന എന്താ? ചുമ്മാ. ചുമ്മാ ഇങ്ങനെ വിളിക്കല്ലേ ഇനി മേലാല്. അതെന്താ, എനിക്ക് വിളിച്ചൂടെ? കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. എങ്ങനെ വെച്ചാൽ ഞാൻ കാര്യം ഉണ്ടെങ്കിലും വിളിക്കൂല, കാര്യം ഇല്ലെങ്കിലും വിളിക്കൂല, പോരെ? ഞാൻ കരുതിയേ നീ കാര്യം ഉണ്ടാക്കി ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞായിരിക്കും. ശരിക്കും എന്റെ കയ്യിലിരിപ്പ് അനുസരിച്ച് ഞാൻ അതും ചെയ്യും. നിന്റെ കയ്യിലിരിപ്പല്ലേ? എന്റെ കൂടുതൽ വാശി പിടിപ്പിക്കുന്നുണ്ട്. വാശി പിടിപ്പിച്ച എന്ത് കാണിക്കുന്നേ? വാശി പിടിപ്പിച്ചാലേ ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്യും. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യുന്നല്ലേ? അത് മൊത്തം മണ്ടത്തരായിരിക്കുള്ളൂ. ഒരു പേടിയും പേടിക്കണ്ട നീ. പിന്നെ എന്ത് കൂടി പോയാൽ എനിക്കൊന്നും അറിയാൻ പറ്റൂല. ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു. കൂടി പോയാല് വീട്ടിൽ പോകത്തല്ലേ ഉള്ളൂ. ഇല്ല, ഞാൻ വീട്ടിൽ പോകത്തില്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല ഫ്രീഡം ആവുമല്ലോ ഞാൻ വീട്ടിൽ പോയാൽ. എടി ദുഷ്ടി, നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവാനും എന്നിട്ട് പാതിരാ നേരത്ത് വരാനും. നീ അങ്ങനെയാ മനസ്സിലാക്കിയിരിക്കണേ? അതെന്താ പോലെ? നീ ഇല്ലാണ്ട് പോയാൽ ഒരു രസം ഉണ്ടാവില്ല അടി. കാരണം മണ്ടത്തരങ്ങൾ കേൾക്കാം, ആട്ടി ഉണ്ടാക്കാം, നല്ല ഫുഡ് കഴിക്കാം, എല്ലാം നീ തന്നെ സ്പോൺസർ ചെയ്തോണ്ട്. അപ്പോൾ നിന്നെ കൊണ്ടുപോകാതെ പോകുന്നു പറയുന്ന പച്ച കള്ളത്തരല്ലേ അടി? പച്ച നുണച്ചിയായിട്ട് വരുമല്ലേ നീ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞതാരാ? ആരാ പറഞ്ഞേ? അതുകൊണ്ടാ പറഞ്ഞ എനക്ക് എന്നോട് ഒരുകൂടി സ്നേഹമില്ല. നീ ഇതൊക്കെ ഇങ്ങനെ പുറമേ കാണിച്ചിട്ട് ഉള്ളിൽ എന്നോട് ഭയങ്കര ദേഷ്യം വെച്ചിട്ട് ഇങ്ങനെ പെരുമാറുക. ഇനി എന്നെ വിളിക്കല്ല, എന്നോട് മിണ്ടല്ല. എൻ്റെ ഈ സ്വഭാവം മാറ്റണം. എങ്കിൽ ഞാൻ ചക്കി കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു നോക്കോ. എന്തേ പറ്റൂല? ഞാൻ കൊണ്ട് കളയും ഇങ്ങനെയാണെങ്കിൽ. കുരുത്തക്കേട് കാണിച്ചാ സാധാരണ കൊച്ചുകുട്ടികളോടാ ഇങ്ങനെ പറയാറില്ല. നിന്നോട് പറയേണ്ട അവസ്ഥ വരുന്നെന്ന് പറയുമ്പോ തന്നെ ചിന്തിച്ചുകൂടെ? അത്രയും വലിയ മണ്ടബുദ്ധിയായി പോയെന്ന് നീ. നീയാണ് കൊച്ചുകുട്ടിയെക്കാട്ടും കഷ്ടമായിട്ട് വരുന്നത്. അതല്ലേ ഇനി എന്നാ ഇതൊക്കെ ശരിയാവണേ? അങ്ങനെ പറയല്ലേ പ്ലീസ്. എന്തിനാ ഇപ്പൊ ചിരിച്ചേ? അയ്യോട്ടാ, വല്ലാണ്ട് ഫീൽ ആക്കണ്ട. എല്ലാം കൂടി ഉടഞ്ഞു പൊട്ടി താഴേക്ക് വീഴും കേട്ടാ. പിന്നെ എന്താ അടുത്ത പരിപാടി? പറയേ. അത് ഉറക്കം എണ്ണീക്കുമ്പേ കണ്ണ് തുറക്കുമ്പേ പറഞ്ഞോണ്ടല്ലേ എണ്ണീക്കുന്നത്. ഇന്ന് എന്റെ കാക്കാനോട് നല്ല 2 തീറ്റ വെക്കണമെന്ന് പറഞ്ഞല്ലേ എണ്ണീക്കണേ. ഞാൻ എന്ന് എണീക്കുമ്പോഴും വിചാരിക്കും എന്തെങ്കിലും കാക്കൂന് ദേഷ്യം പിടിപ്പിക്കാണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ എനിക്ക് കാക്കൂന് എങ്ങനെ പണി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് എണീക്കണം. അതെല്ലാം സ്വപ്നത്തിൽ വിചാരിച്ചാൽ മതി കേട്ടോ. ചില നേരത്തെ ഇങ്ങനെ വിചാരിക്കും കാക്കൂന് എങ്ങനെ പണി ഒപ്പിക്കണം. ആയിക്കോട്ടെ.